ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ രുദ്രാക്ഷ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അവസാനം പറയുന്ന ആരകം ആദ്യം എടുത്ത് പറയല്ലേ എന്ന് പറയുമായിരിക്കും. ഞാൻ എന്ത് പറയുന്നത്? അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കും. അപ്പം നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ്. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. രാത്രി ഒരു ഇപ്പം രാത്രി ഒരു 9 മണിയാവാറായിക്കാണ്. ഇപ്പം നമ്മൾ ഒരു വ്ലോഗ് എടുക്കുന്നതെന്നാണ് നമുക്കറിയാത്ത ഗൈസ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മസനഗുഡി ഊട്ടി കറക്റ്റാണ്. അല്ലാതെ ഞങ്ങൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ എന്തുവാ ചത്തുപോയ ഈ ട്രെൻഡ് പോയ സാധനമൊക്കെ എടുത്തോണ്ട് വരുമല്ല. അപ്പം നമ്മൾ ശരിക്കും ഊട്ടി പോവാണ്. ഊട്ടി, പിന്നെ മൂന്നാർ, പിന്നെ നമ്മുടെ ആദിയോഗി ടെമ്പിളില്ലേ, ആദിയോഗി ടെമ്പിള്, അതൊക്കെ നമ്മൾ കറങ്ങി വരികയാണ്. അപ്പം നമ്മളിന്ന് നാളെ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പോഴേ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കാറിലാണ് പോണത്. ലൈനിൽ നമ്മൾ ബൈക്കിലായിരുന്നു. ബൈക്കിൽ നമ്മൾ ട്രെയിനിലായിട്ട് പോകണ്ടേ. കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 10 പേരൊക്കെ കാണും. അപ്പം അവർ പറഞ്ഞാണ് നമുക്ക് കാറിൽ പോകാമെന്നൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമ്മൾ കാർ ബുക്ക് ചെയ്തത്. ട്രെയിനിലായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ട്രെയിനായിരുന്നു ഇഷ്ടമുള്ള വാഹനം. എനിക്ക് കാറുണ്ട്, ട്രെയിനുണ്ട്, പിന്നെ സെക്കൻഡ് ബസ്സൊക്കെയാണ്. അപ്പം അത് പറഞ്ഞ് ബോറടി. ഇന്ന് നമ്മുടെ സാധനങ്ങൾ ഞങ്ങൾ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്ററൊക്കെ വേണം. ഇപ്പം ചൂടായതുകൊണ്ടാണ് നമ്മൾ പോകാതിരുന്നത്. ഇപ്പം അങ്ങോട്ടൊരു നല്ലൊരു മഴ പെയ്തതേ ഉള്ളൂ. ചൂട് ഇപ്പം വേനൽക്കാലമൊക്കെ ആയിട്ട് ചൂടാണ്, ഭയങ്കര ചൂടാണ്, പറയാക്കൂലേ. അപ്പം നമ്മളിപ്പോൾ ഒരു മഴ പെയ്തൊക്കെ ഉള്ളു. നമ്മൾ വേനൽക്കാലത്തിന് ഒന്ന് തണുപ്പ് കൊള്ളാൻ വേണ്ടി പോവുമായിരുന്നു. ഞാനിപ്പോൾ അടുക്കള വെട്ടൊഴിയുന്നു. അപ്പം നമ്മളിപ്പോൾ അടുക്കള വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ആരും അറിയാതെ ഞാൻ ഇവിടെ വരേണ്ട കാരണം ബൂസ്റ്റ് എടുക്കുക, തട്ടുക. അപ്പം ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. വണ്ടി ഇപ്പം അങ്ങോട്ട് പുറത്തു വന്ന് ഇട്ടതാണ്. അപ്പം എനിക്ക് വണ്ടി ബ്ലോഗ് എടുക്കാൻ സൗകര്യമാണ്. അപ്പം നമ്മൾ 3 ദിവസം. പക്ഷേ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ 2 അമ്പലത്തിലെ ഉത്സവങ്ങളാണ്. ഞാൻ എല്ലാ വർഷവും അവിടെ പോകണമായിരുന്നു, മറക്കാണ്. അപ്പം പിന്നെ വേറെ വിഷമം കൂടെ വിഷുവാണ്. 14-ാം തീയതി നമ്മൾ അവിടെ കാണും. നമ്മളിപ്പോൾ 12-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. 14-ാം തീയതി വിഷു. അത് വെറുത്ത് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഒരു വിഷമം കാണും, പക്ഷെ ഇപ്പം ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പം നമ്മുടെ ബാഗൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്വെറ്ററൊക്കെ താണ്ട് എൻ്റെ സ്വെറ്ററാണിത്. സ്വെറ്റർ അടുത്ത ഇനി അനിയത്തിയുടെ ആണുണ്ട്. അവിടെ ബാഗ്, അടുത്ത അമ്മയുടെ ബാഗ്, പിന്നെ വേറൊരു ബാഗ്, തുണിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ടൂൾസ് ബാഗ്, ഇത് നമ്മുടെ ട്യൂഷൻ കൊണ്ടുപോകുന്ന ബാഗ്. പിന്നെ അതുപോലെ ഇത് അനിയത്തിയുടെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ്. ഇതിനകത്ത് ചെരുപ്പ്, സ്ലിപ്പർ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷൂ ആണ്, ഓഗിയാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. നമ്മളെ സ്വന്തം ഓഗി 12 പെപ്സിയൊക്കെ എടുത്ത് വെച്ചാൽ പൊട്ട. ബുക്കൊക്കെ എന്തിനാന്ന് ചോദിക്കാൻ, നമ്മൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ബുക്ക് എടുത്ത് വെച്ചാണ്. എനിക്ക് കാറിൽ ഇരുന്നുകൊണ്ട് പോകണ്ട, ഛർദ്ദിക്കാൻ പറ്റും. ഭയങ്കര ഇതായിരിക്കും, ഛർദ്ദിക്കാൻ പറ്റും. എനിക്ക് കുറേ മുട്ടായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് മുട്ടായിറങ്ങാൻ ഫുള്ള് മുട്ടും. ഫോണാണെങ്കിലും ടി വി ആണെങ്കിലും അത് ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു മനസ്സിലാകാൻ പറ്റില്ല. അപ്പം ഇനി രാവിലെ പുലർച്ചെ 4 മണിക്ക് കാണാൻ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല. ഞാൻ പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കണ്ട് ചിലവർ മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ. കുറേ വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. ഈ സംഭവം വന്നിരിക്കുകയാണ്. നമ്മൾ മസാലഗുഡി ഊട്ടി പോകുന്ന പറ. ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോവുകയാണ്. നാളെ
ഇന്നല്ല പുലർച്ചെ പോവും. അപ്പം നമുക്ക് പുലർച്ചെ 4 മണിക്ക് കാണാം. അപ്പം നമ്മൾ 4:30 ആയിട്ടുണ്ട്. നമ്മൾ 4 മണിക്ക് എണീറ്റ് ചായ കുടിച്ച് പല്ല് വെച്ച് ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി കുളിക്കണം. അപ്പം അവിടെ പോകുമ്പം കാറിൽ മുമ്പേ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് പോകണം. കുളിച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് കാണിച്ചു തരാം. കളിയാക്കില്ലേ. അപ്പോൾ ഇപ്പം അതിന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഇങ്ങനെയാക്കാം. അപ്പം നമുക്ക് ഉടുപ്പിട്ട് കാണാം. ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഇപ്പം കാണിച്ചു തരാം. അടുത്തത് ആളിവിടെ കൂളായിട്ട് ഈ വെള്ളയും നീര് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ വിൽക്കാനായിരിക്കും.